എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്തായാലും പറഞ്ഞോളൂ. ചന്തു എന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരൻ പറഞ്ഞാ ഇതാടാ. നിന്നെ തമ്പുരാൻ ചതിച്ചപ്പോ തമ്പുരാനെ ഞാൻ ചതിച്ചു. ആ കത്തുകളൊക്കെ തമ്പുരാൻ നിന്നെ കൊണ്ട് എഴുതിച്ചതാണെന്നും വസുമതി എന്നൊരു പെണ്ണില്ലാന്നും ഞാൻ ഇന്നലെ അറിയിച്ചു. എന്നിട്ട് അവള് വന്നടാ. വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് അവള് വന്നു. ചന്തുവേട്ടനെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുക. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിച്ച് കടന്നു കളയാൻ ചന്തുവേട്ടന് സാധിക്കുമായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ഉപേക്ഷിക്കാനും മറക്കാനും സാധിക്കില്ല. അതുകൊണ്ടാ അച്ഛനെയും നാടും വീടും ഒക്കെ മറന്ന് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇനിയിപ്പോ അതൊക്കെ വിസ്തരിച്ചിട്ടെന്തിനാ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിനക്ക് നിന്റെ ചന്തുവിനെ തിരിച്ചു കിട്ടിയില്ലേ? എന്റെ ദൗത്യം കഴിഞ്ഞു. ഞാനാണ് ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് എനിക്ക് നാട്ടിലെത്തണം. ഞാൻ പോയിട്ട് മോളെ പറ്റടാ. പൊയ്ക്കോ. പോകുമ്പോ ഇന്നലെ കൂടി കൊണ്ടുപോകണം. എന്താടാ പറഞ്ഞത്? മറ്റാരെങ്കിലും ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവിടെ തിരിച്ച് നാട്ടിലെത്തിക്കണമെന്ന്. ഇനി നീ കൊച്ചിനെ ചതിക്കാനുള്ള പുറപ്പെടാണോ? ഞാൻ ആരും ചതിച്ചിട്ടൊന്നും ചതിച്ചിട്ടില്ലേ? ഇല്ലാത്തൊരു വസുമതിയുടെ പേര് കള്ളക്കത്തെഴുതി ഇവളെ ചതിച്ചില്ലടാ തെണ്ടി. ആര് കള്ളക്കത്തെഴുതിയെന്നാ? അങ്ങനെ ഒരു വസുമതി ഉണ്ട്. ഇതാ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി. ഇവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ ചാടിക്കേറി പുറപ്പെടണ്ടായിരുന്നു. ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്ന നല്ലത്. വസുമതി, നീങ്ങ വന്നേ. സോറി. താൻ വസുമതിയാണെന്നൊക്കെ എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു. അതവളെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കാൻ വേണ്ടിയാ. അവള് കരുതുന്ന പോലെ ഇതൊന്നും അവളുടെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇനി അവൾ ഇവിടെ നിന്നാ എന്റെ മാത്രമല്ല അവളുടെ ജീവിതം തകർക്കും ആ മനുഷ്യൻ. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് താൻ വസുമതിയായിട്ട് ഒന്ന് അഭിനയിക്കണം പ്ലീസ്. നിനക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. നീ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയാ പോരാ. അച്ഛന്റെയും കുടുംബത്തിന്റെയും തറവാടിന്റെ അന്തസ്സൊന്നും മറന്നു കളയാനും പാടില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. നീ ഇപ്പൊ തന്നെ തിരിച്ചു പോണം. എഴുന്നേക്ക് മോളെ, നമുക്ക് പോവാം. എടാ കണ്ണിച്ചോറില്ലാത്ത ദുഷ്ടാ, നീ ഗതി പിടിക്കില്ലടാ. ഈ കൊച്ചിന്റെ കണ്ണീരിൽ നീ എന്തെങ്കിലും സമാധാനം പറയേണ്ടി വരും. അന്ന് നീ കുറെ എഴുത്തുകൾ കാണിച്ച് ഇതിനെ പറ്റിച്ചു. ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ കാണിച്ച് വീണ്ടും ചതിക്കാനടാ. അപ്പൊ ഞാൻ പോരുത്. നിന്നെ കുഞ്ഞുനാൾ പോലെ എനിക്കറിയാം. എനിക്കറിയാത്ത ഒരു പെണ്ണും നിന്റെ ജീവിതത്തിൽ ഇല്ലെന്നും എനിക്കറിയാം. മോളെ, ഇവനെ പോലൊരു ചതിന് വേണ്ടി ഇനിയും നീ കണ്ണീർ ഒടുക്കരുത്. വാ, വന്ന് വണ്ടി കയറി. കനോ ഞാൻ പോവുക. പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ചന്തുവേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ആ കുട്ടി ഇയാളാണോന്ന്. ആ കത്തുകളൊക്കെ ചന്തുവേട്ടൻ തനിക്ക് അയച്ചതാണെങ്കിൽ പറഞ്ഞോളൂ. ആ നിമിഷം ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം. അതല്ലെങ്കിൽ എന്നോട് സത്യം തുറന്ന് പറയണം. അല്ലെങ്കിൽ അത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. പറ, ആ വസുമതി താനാണോ?
അല്ല, ചന്തു പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനറിയാതെ സോറി. സോറി, എനിക്കങ്ങനെ ആ കുട്ടിയുടെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ താൻ വസുമതിയായിരുന്നെങ്കിലും എന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നലെയും ഞാനും കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളവരാ. പക്ഷെ അവളോട് ഒരിക്കലും തോന്നാത്തൊരിഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ള തന്നോട് മാത്രമാണ്. ചന്തു എന്തൊക്കെയാ പറയണേ? ഒരാളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കഴിഞ്ഞതാ ഞാൻ. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഇന്ദിരയ്ക്കും. ചന്തുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയത്. ആ സ്നേഹം കണ്ടില്ല നടിക്കരുത്. ആ തടിച്ച പെണ്ണുപിള്ളേരെ കയ്യും കാലും പിടിച്ചിട്ടാ ഒരു മുറി ഒത്ത് കിട്ടിയത്. 1500 രൂപയാ ഒറ്റ ദിവസത്തെ വാടക. തൽക്കാലം മോൾ ഇതിൽ താമസിക്കും. ഞാൻ മറ്റേ ലവന്മാരെ കൂടെ കൂടിക്കോളാം. അപ്പൊ നാട്ടിലേക്ക് പോകുന്നില്ലേ? നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഉടനെ മടങ്ങി പോണെന്ന് വിചാരിച്ചതാ. ഇന്നിപ്പൊ നിങ്ങളുടെ കല്യാണം നടത്തി തന്നിട്ടേ പോണുള്ളൂ. അല്ലെങ്കിൽ ശരിയാവില്ല. ഏതായാലും ചന്തുവിന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേവാ ഫിലിംസിന്റെ ബാനറിൽ ഈ കഥ സിനിമയാക്കാനും ഞാൻ തീരുമാനിച്ചു. ഇതാ അഡ്വാൻസ്. താങ്ക് യു സർ. ദൈവം അനുഗ്രഹിക്കട്ടെ. സർ, അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. ഓക്കെ, ഇന്ദിര വന്ന് കയറിയ ഐശ്വര്യമാടാ. ഇത് അവളെ തന്നെ ഏൽപ്പിച്ചേക്കാം. ഈ കുട്ടി കാരണ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അല്ല ചന്തു, ഇതൊക്കെ കിട്ടിയത് ചന്തുവിന്റെ കഴിവും ഈ കുട്ടിയുടെ ഐശ്വര്യം കൊണ്ട് മാത്ര. അതുകൊണ്ട് ഇത് ഏൽപ്പിക്കേണ്ടത് ഇന്ദിരയെ തന്നെയാ. പിന്നെ ഒരു കാര്യം കൂടി വേഗം തീരുമാനിക്കണം. ആരാ ആത്മഹത്യ ചെയ്യുന്നത്? ഈ 2 പെണ്ണുങ്ങളിൽ ഒരെണ്ണം ചാവണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതാരാണെന്ന് താനങ്ങ് തീരുമാനിക്കും. അപ്പോ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. ചന്തു, ആ ചെമ്മീനും ടൈറ്റാനിക്കും ഒക്കെ ഒന്നെടുത്ത് കാണുക. ഓക്കെ. അവളുടെ പേരറിയാൻ അവൻ അവളോട് ഇംഗ്ലീഷിൽ ചോദിച്ചു. മേ ഐ നോ മൈ നെയിം? തെറ്റാണോ? ഓ, സുമ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് കൺമുമ്പിൽ എത്തിച്ച് തരണോന്നല്ലേ പ്രാർത്ഥിച്ചത്? എങ്കിൽ ആ പ്രാർത്ഥന കേട്ടു. ആളെത്തിയിട്ടുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇങ്ങോട്ട് വാ. വാ. ദാ. സുമ വിചാരിക്കണ പോലെ ഇങ്ങനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതല്ലടാ. ബസ് സ്റ്റാൻഡിൽ സമയത്തിന് എത്താൻ കഴിയാതിരുന്നതാ അല്ലേ? പാവം സുമയെ കാണാത്ത ദുഃഖത്തിന് ബാറിലിരുന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. ആ വിഷമം കണ്ടപ്പം സുമ ഇവിടെ വന്ന അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സാർ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ആ ബാറിലെ ബില്ല് മുഴുവൻ കൊടുത്തടാ സാറ്. പഞ്ചപാവം. സുമേ, നിന്നെ തിരക്കി ഞാൻ എവിടെ കരഞ്ഞെന്നറിയോ? ഇവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ഇവിടെ ഉണ്ടെന്നും പിന്നെ നിന്നെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞൊരു ചതിയനായിട്ടാ നീ എന്നെ കുറിച്ച് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും. നമുക്കുടനെ പുറപ്പെടണം. നാട്ടിലെല്ലാരും നമ്മളെ കാത്തിരിക്കുക.
അവളുടെ പിണക്കുതിരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കള് ഇവളെയും കാത്തിരിക്കുക അവിടെ. നിങ്ങളൊന്ന് അവളോട് സംസാരിക്കണം. എങ്ങനെയെങ്കിലും സുമ എന്നോടൊപ്പം അയക്കണം. പ്ലീസ് പ്ലീസ്. പിണക്കമൊക്കെ മറന്ന് നീ അയാളോടൊപ്പം പോണം. അല്ല, അയാള് ഞാൻ പോയേ ശരിയാവില്ല. പോണം. നീ പോകേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യം. നീ അടുത്തുള്ളപ്പോ എനിക്ക് ഇന്നലെ കാണാനോ സ്നേഹിക്കാനോ കഴിയില്ല. വരട്ടെ. നീ എന്തൊക്കെയായി പറയുന്നേ? അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അവളെ സ്നേഹിച്ചിരുന്ന ആളില്ലേ, അയാൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. എടാ, അങ്ങനെ ഒരാളില്ല. അപകടത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ തന്നെയല്ലടാ പറഞ്ഞത് അവളൊരുത്തനെ സ്നേഹിച്ചെന്നും അവൻ അവളെ ചതിച്ചെന്നും ഒക്കെ. അതെ, പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവളെ ചതിച്ച ആളാരാണെന്ന് നിനക്കറിയോ? അത് നീയാ. ഈ കത്തുകളൊക്കെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നത് അവള്. പക്ഷെ ആ കുട്ടി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാതിരുന്ന നിങ്ങൾക്കാർക്കും ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. ഇന്ദിരയോ ചന്തോ ഇതൊന്നും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോഴെങ്കിലും നിങ്ങൾ അറിയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പറഞ്ഞത്. ആ കുട്ടിയെ നമ്മൾ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? പിന്നെ അങ്ങോട്ട് ചെന്നാ മതി. അവന്മാരെ കൂടി ഇടിച്ച് പഞ്ചറാക്കും. അടിക്കാനും ഇടിക്കാനും ആണെങ്കിൽ ഞാനുണ്ടാവും മുമ്പിൽ. എന്റെ ശവം വീഴുന്നവർ ആരും നിങ്ങളെ തൊടില്ല. സാർ, അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് സാർ തന്നെ ഒരു വഴി പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു തരാടാ പോലെ. നീ എന്താണ് ചോദിക്കാത്തത് വിചാരിച്ചിരിക്കുന്നു. നീ നേരെ ആ തോട്ടക്കാട്ടുകാരിലേക്ക് ഒന്ന് ഇറങ്ങുന്നു. കവലയിലെ പരമനാരുടെ കടയിൽ നിന്ന് ഒരു പൊതി തിന്നെ സ്പീഡിയും വാങ്ങിച്ച് കത്തിച്ച് വലിച്ച് പുകയും വിട്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എല്ലാവരും നിന്നെ കണ്ടിട്ട് അമ്പഴം നിൽക്കുമ്പോ നീ അവരെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി അവളെ തൂക്കി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോയിരുന്നു. അതോടെ പ്രശ്നം തീർന്നു. എന്തായി? പറ്റുമോ? പറ്റില്ലല്ലേ? അതാണ് ഈ പറയണത്. ഇതൊക്കെ സിനിമയിലേ നടക്കൂ, ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നമില്ല. പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ബുദ്ധിപൂർവ്വം ചോദിക്ക്. മറക്കുക. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ട കാര്യം മറക്കുക. എന്തായി? മറക്കാൻ പറ്റുമോ? എന്നിട്ടും മറക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, ഗ്ലാസ് വെക്കുക, സുഖമായിട്ട് പോയി കിടന്നു ഉറങ്ങുക. അത്രേ ഉള്ളു കാര്യം. പിന്നെ അല്ലാതെ ഒറ്റക്കാര്യം ശ്രദ്ധിക്കുക. തട്ടി വേണ്ട മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഓക്കെ. ഈ പ്രേമം എന്നൊക്കെ പറയണത് ചങ്കുറപ്പുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. ഇവനൊക്കെ പ്രേമിക്കാൻ നടക്കുന്നത് തെണ്ടി.